ഓസ്ലീം നഗരത്തിൽ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഓസ്ലീം നഗരത്തിൽ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഓശാനകളാൽ വഴിയെല്ലാം മുഖരിതമാകുന്നു, ഓശാനകളാൽ വഴിയെല്ലാം മുഖരിതമാകുന്നു. രാജമഹേശ്വരനാ മിശിഹായണയുന്നു, കഴുതക്കുട്ടിയനാ വാഹനമാകുന്നു. രാജമഹേശ്വരനാ മിശിഹായണയുന്നു, കഴുതക്കുട്ടിയനാ വാഹനമാകുന്നു. തിരുവോരങ്ങളിൽ ദൈവിളികൾ മാക്കൊലി തീർക്കുന്നു, തിരുവോരങ്ങളിൽ ദൈവിളികൾ മാക്കൊലി തീർക്കുന്നു. ഓസ്ലീം നഗരത്തിൽ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. ഓസ്ലീം നഗരത്തിൽ വാതിൽ തുറക്കുന്നു, ഒലിവിൻ ശിഖരങ്ങൾ കൈകളിലുയരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം മുഴുവനുള്ള ക്രൈസ്തവർ ഓശാന ആഘോഷിക്കുകയാണ്. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യരായി അവതരിച്ച യേശുക്രിസ്തുവിനെ ജെറുസലേം നിവാസികൾ രാജാതിരാജനായി എതിരേറ്റ് അവരുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ പ്രതീകമായി അവരുടെ വസ്ത്രങ്ങളും കുരുത്തോലകൾ കയ്യിലേന്തി തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യേശുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് ഓശാന പാടി എതിരേറ്റ ദിവസമാണ്. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കണേ എന്നാണ്. ജെറുസലേം നിവാസികൾ തങ്ങളുടെ കൈകളിൽ സൈത്തിൻ കൊമ്പുകളേന്തി, ചിലര് അവരുടെ വസ്ത്രങ്ങൾ യേശുവിന്റെ മുമ്പിലും പിമ്പിലും വഴിയരികിൽ വിരിച്ച് ജനം ഒന്നടങ്കം ആർത്തു വിളിച്ചു, ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. നാഥ, ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ളതാണ് അവരുടെ ആ ജൈവിളികളുടെ ആഹ്വാനത്തിന്റെ എല്ലാം അർത്ഥം. അന്ന് ജെറുസലേം നിവാസികൾ അവരുടെ ജീവിതത്തെ മുഴുവനും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് രക്ഷിക്കണേ എന്ന് അവർ പ്രാർത്ഥിച്ചെങ്കിൽ, ഇതാ പുതിയ ഇസ്രായേൽ ജനമായ നമ്മൾ ഓരോരുത്തരും ഇന്നലകളിലെ നമ്മുടെ ജീവിതത്തെ, ഈ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള ദുഃഖങ്ങളും രോഗങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഉണ്ടോ അവയെല്ലാം ഇന്ന് നമ്മുടെ കരങ്ങളിൽ ഈ ഓശാന ഞായറാഴ്ചത്തെ പ്രത്യേകതയായ കുരുത്തോല കയ്യിലേന്തുമ്പോൾ ഈശോയുടെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയുകയാണ്, പ്രഘോഷിക്കുകയാണ്, നാഥ, നിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നത് രോഗങ്ങളുമായിട്ടാണ്, വേദനയുമായിട്ടാണ്, തകർച്ചയുമായിട്ടാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതാ ഞങ്ങളുടെ ദുഃഖങ്ങളാകുന്ന, രോഗങ്ങളാകുന്ന, വേദനകളാകുന്ന, തകർച്ചകളാകുന്ന, നൊമ്പരങ്ങളാകുന്ന അവസ്ഥയെ
പ്രതീകാത്മകമായി ഈ കുരുത്തോലയിൽ സ്വീകരിച്ച് ഞങ്ങൾ നിന്റെ മുമ്പിൽ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇപ്പോഴുള്ള ഈ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങ് രക്ഷിക്കണമേ എന്ന്. രാജാതിരാജനായ യേശു എളിമയുടെയും ലാളിത്യത്തിന്റെയും അടയാളമായി കഴുതക്കുട്ടിയുടെ പുറത്തു കയറിയാണ് അവരുടെ എതിരേൽപ്പിന് മധ്യേ നടന്നു നീങ്ങിയത്. എവിടെ ആര് എളിമയുടെ മനോഭാവം സ്വീകരിക്കുന്നോ, ലാളിത്യത്തിന്റെ മനോഭാവം സ്വീകരിക്കുന്നോ, അവരെല്ലാം യേശുവിനോടൊപ്പമാണ്. യേശു കയറിയിരുന്ന കഴുതപ്പുറത്ത് അതേ ലാളിത്യത്തിന്റെ മനോഭാവം സ്വീകരിക്കുകയാണ്. ജെറൂസലേം നിവാസികൾ കഴുതപ്പുറത്ത് സഞ്ചരിച്ച യേശു നടന്നു പോകുന്ന വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. ഈ വസ്ത്രം വിരിച്ചത് ഇന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു, അന്ന് അവർ ചെയ്ത ആ കാര്യത്തിന് വളരെ പ്രതീകാത്മകമായ ഒരു അർത്ഥമുണ്ട്. അവരുടെ ജീവിതത്തിലെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഇതാ എന്നേക്കുമായി യേശുവേ നിന്റെ കാൽച്ചുവട്ടിൽ നീ നടന്നു പോകുന്ന ഈ വഴിയിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ആ ചരിത്ര സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്കും യേശുവിന്റെ മുമ്പിൽ തീരുമാനമെടുക്കാം. നമ്മുടെ ഇന്നലകളിലെ പാപം നിറഞ്ഞ, സ്വാർത്ഥത നിറഞ്ഞ, അഹങ്കാരം നിറഞ്ഞ പഴയ മനുഷ്യനെ അവന്റെ എല്ലാ ചെയ്തികളോടും എല്ലാ മനോഭാവത്തോടും കൂടെ യേശുവിന്റെ തിരുമുമ്പിൽ നമുക്ക് എന്നേക്കുമായിട്ട് അടിയറ വയ്ക്കാം. അങ്ങനെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ യേശുവിന്റെ മുമ്പിൽ എന്നേക്കുമായിട്ട് അടിയറ വെച്ച് നാഥ ഞങ്ങളെ രക്ഷിക്കണേ, ഓശാന നമുക്ക് കർത്താവിന്റെ മുമ്പിൽ ഏറ്റുപറയാം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ വലിയ അടയാളമാകട്ടെ, തീരുമാനത്തിന്റെ, ബോധ്യത്തിന്റെ വലിയ പ്രഘോഷണമായിരിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ഓരോ നിമിഷവും ഈശോയുടെ രാജാതിരാജനായ കർത്താവിന്റെ അത്ഭുതകരമായ സ്പർശനം സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി അന്ന് ഇസ്രായേൽ ജനം ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പാടി യേശുവിനെ എതിരേറ്റപ്പോൾ അവിടെ എല്ലാം ഉള്ളിലുണ്ടായിരുന്ന ആ വിശ്വാസ മനോഭാവം, ആ സ്നേഹ മനോഭാവം, ആ സമർപ്പണ മനോഭാവം, പൂർണ്ണമായും നൽകുവാനുള്ള ആഗ്രഹത്തിന്റെ മനോഭാവം, അത് ഇന്ന് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ. ഈശോ നമ്മളെ രക്ഷിക്കണം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും യേശുവിന്റെ കരസ്പർശനം നമുക്ക് രക്ഷയായി മാറണം. യേശുവിന്റെ കരസ്പർശനം നമുക്ക് സൗഖ്യമായി മാറണം. യേശുവിന്റെ കരസ്പർശനം നമുക്ക് വിടുതലായി മാറണം. നമ്മിലെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ എന്നേക്കുമായി യേശുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും ഈ അൾത്താരയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഈ വിശുദ്ധ കുർബാനയിൽ ഓരോ നിമിഷവും ഈശോ നമ്മെ തൊടും, ഈശോ നമ്മെ സ്പർശിക്കും, ഈശോ നമ്മെ അനുഗ്രഹിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഏറ്റവും ഭക്തിയോടെ ഈ വിശുദ്ധ കുർബാന നമുക്ക് ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയും ഈ ബലി അർപ്പിക്കാം. ിതരായി
സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരും ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഉന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരും ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഉന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യരും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാ ആഹാരം ഞങ്ങൾ ഇന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങൾ രക്ഷിച്ചരുളണമേ. നിന്റെ നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ സ്ഥാപകമല്ലോ കർത്താവേ. ആമേനാമേനെന്നേക്കും. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം.
ഓശാന വിളികളുടെ മധ്യേ വിജയപ്രതാപത്തോടുകൂടി ജെറൂസലേത്തേക്ക് പ്രവേശിച്ച പരമോന്നതനായ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ സമ്മേളിച്ചിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സ്വർഗരാജ്യത്തിൽ അങ്ങയെ എതിരേൽക്കുവാനും നിത്യകീർത്തനങ്ങൾ പാടിക്കൊണ്ട് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സങ്കേതമ ഉന്നതരീശനെ പാടിപ്പുകൾ തേടുവിൻ. ആഹ്ലാദചിത്ത സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സങ്കേതമ ഉന്നതരീശനെ പാടിപ്പുകൾ തേടുവിൻ. കിന്നര വീണകൾ ഇമ്പമായി നീട്ടിടുവിൻ, തപ്പുകൾ തൊട്ടുവിൻ കിന്നര വീണകൾ ഇമ്പമായി നീട്ടിടുവിൻ. ആഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. ആഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. ആഹ്ലാദചിത്ത സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സങ്കേതമാം ഉന്നതരീശനെ പാടിപ്പുകൾ തേടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരുമ്പോൾ അങ്ങയുടെ സ്നേഹത്താൽ സുരഭിലമായ ഹൃദയത്തോടും അങ്ങയുടെ ജ്ഞാനത്താൽ പ്രകാശിതമായ ആത്മാവോടും കൂടെ ആനന്ദപൂർവ്വം അവിടുത്തെ എതിരേൽക്കുവാനും അനുഗ്രഹ സമ്പന്നമായ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവളുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
പരിപാവന സർവേശ പരിപാവന ബലവാനേ പരിപാവന അമർത്യരേ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഒന്നാം വായന സൃഷ്ടിയുടെ പുസ്തകത്തിൽ നിന്ന്. യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: മക്കളെ, നിങ്ങളെല്ലാവരും അടുത്തു വരുവിൻ. അവസാന കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കാം. യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ പ്രശംസിക്കും. ശത്രുക്കളെ നീ കീഴ്പ്പെടുത്തും. നിന്റെ സഹോദരന്മാർ നിന്റെ മുൻപിൽ കുമ്പിടുകയും ചെയ്യും. മകനെ, നീ ഒരു സിംഹക്കുട്ടിയാവുന്നു. ഇരയുടെ അടുത്തേക്ക് നീ പാഞ്ഞെത്തിയിരിക്കുകയാണ്. ഒരു സിംഹത്തെ പോലെയോ ഒരു സിംഹിയെ പോലെയോ വിശ്രമമെടുത്ത് നീ പതുങ്ങിക്കിടക്കുന്നു. ജനങ്ങൾക്ക് പ്രത്യാശ നൽകുന്നവൻ വരുന്നതുവരെ യൂദയായിൽ നിന്ന് ചെങ്കോൽ ഒഴിയുകയില്ല. അവന്റെ ഗോത്രത്തിൽ നിന്ന് ഭരണകർത്താവ് മാറ്റപ്പെടുകയുമില്ല. മകനെ, അവൻ തന്റെ കഴുതക്കുട്ടിയെ മുന്തിരിത്തോപ്പിൽ കെട്ടും, കഴുതയെ മുന്തിരിയിലും. വീഞ്ഞുകൊണ്ട് അവൻ വസ്ത്രം കഴുകും, മുന്തിരിച്ചാറുകൊണ്ട് മേലങ്കിയും. അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ അഴകുള്ളതും പല്ലുകൾ പാലിനേക്കാൾ വെണ്മയുള്ളതുമാകുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. നീതിമാന്മാരുടെ സമൂഹത്തിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സഹിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിലും. തപ്പുകളാലും മതളങ്ങളാലും കർത്താവിന്റെ നാമം കീർത്തിക്കുവിൻ. ഇമ്പമുള്ള കിന്നരങ്ങളാൽ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവ് തന്റെ ജനത്തെ സ്നേഹിക്കുന്നു, ദരിദ്രരെ അവിടുന്ന് സംരക്ഷിക്കുന്നു. നീതിമാന്മാർ തങ്ങളുടെ മഹത്വത്തിൽ സന്തോഷമുള്ളവരാകട്ടെ. രണ്ടാം വായന സഖറിയാസ് നബിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 9. സെഖിയോൻ പുത്രി, ഹൃദയപൂർവ്വം സന്തോഷിക്കുക. ജെറുസലം പുത്രി, ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. നിന്റെ രാജാവ് ഇതാ നിന്റെ പക്കലേക്ക് വരുന്നു. വിജയശ്രീലാളിതനെങ്കിലും അദ്ദേഹം വളരെ വിനീതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് വരുന്നത്. അദ്ദേഹം അഫ്രൈമിൽ നിന്ന് രഥങ്ങളെയും ജെറുസലമിൽ നിന്ന് കുതിരകളെയും പുറത്താക്കും. സമരത്തിന്റെ ശരങ്ങൾ ഒടിഞ്ഞുപോകും. അദ്ദേഹം ജനതകളുടെ ഇടയിൽ സമാധാനം പ്രഖ്യാപിക്കും. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തി വരെയും വ്യാപ്തിയുള്ളതായിരിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. എന്റെ വിശുദ്ധമലയായ സെഹിയോനിൽ എന്റെ രാജാവിനെ ഞാൻ വാഴിച്ചു. നീ എന്റെ പുത്രനാണെന്നും ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചുവെന്നും കർത്താവ് എന്നോട് അരുളി ചെയ്തു. എന്നോട് നീ ആവശ്യപ്പെടുമെങ്കിൽ വിജാതിയരെ നിനക്ക് അധീനമാക്കി തരാം. ഭൂമിയിലെ എല്ലാ ദേശങ്ങളും നിനക്ക് ഞാൻ വിട്ടുതരാം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം. ശത്രുക്കളെയെല്ലാം കീഴടക്കുന്നതുവരെ അവിടുന്ന് രാജാവായിരിക്കണം. കീഴടക്കുവാനുള്ള അവസാനത്തെ ശത്രു മരണമാണ്. സമസ്തവും അവിടത്തേക്ക് വിധേയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവയെല്ലാം അവിടത്തേക്ക് വിധേയനാക്കിയവൻ ഒഴികെ എന്ന് സ്പഷ്ടമാണല്ലോ. അവയെല്ലാം വിധേയമാക്കിയവന് പുത്രൻ തന്നെ വിധേയനാകും. അങ്ങനെ ദൈവം സകലത്തിലും സകലവുമാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവിന്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ ഉന്നത മഹിമാവിനെ കുറിച്ച് അവിടുത്തെ സ്തുതിക്കുവിൻ.
കാഹളമോദിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. വീണകളാലും കിന്നരങ്ങളാലും അവിടുത്തെ സ്തുതിക്കുവിൻ. താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടേണ്ടേ, ഹല്ലേലൂയ 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 പാടേണ്ടേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. 21 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമരക്കരികെയുള്ള ബത്പകയിലെത്തി. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അതിനെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്യതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലുകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിമ്പിലും നടന്നിരുന്ന ജനം ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രൻ ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോശാന. അവർ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലിയയിലെ നസറെത്തിലുള്ള പ്രവാചകനായ യേശുവാണ്. നമ്മുടെ കർത്താവായ ഈശോയ്ക്ക് സ്തുതി. ഹോശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാവതാരങ്ങൾ കീർത്തിക്കുവിൻ. കാഹളമോതുവിൻ, വീണകൾ നീട്ടുവിൻ, പാവനപാദം നമിച്ചിടുവിൻ. പാവനപാദം നമിച്ചിടുവിൻ.
കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു. കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരെ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായി നീങ്ങുവിൻ, മധുബായിൽ പ്രവേശിക്കുവിൻ. അങ്ങ് എന്റെ ദൈവമാകുന്നു, ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സൈത്യൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് അങ്ങേയ്ക്ക് സ്വീകരണം നൽകിയവരെ സമർത്ഥമായി അനുഗ്രഹിച്ച മഹത്വത്തിന്റെ രാജാവായ മിശിഹായെ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ വഹിക്കുന്ന ഈ കുരുത്തോലകൾ ആശീർവദിക്കണമേ. ഇവ സ്ഥാപിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അങ്ങയുടെ അനുഗ്രഹമുണ്ടാകുമാറാകട്ടെ. ഇവയുടെ ശക്തിയാൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് രോഗവും ദുരദൃഷ്ടങ്ങളും അകന്നു പോകട്ടെ. സൈത്യൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് അങ്ങേയ്ക്ക് സ്വീകരണം നൽകിയവരെ സമൃദ്ധമായി അനുഗ്രഹിച്ച മഹത്വത്തിന്റെ രാജാവായ മിശിഹായെ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ വഹിക്കുന്ന ഈ കുരുത്തോലകൾ ആശീർവദിക്കണമേ. ഇവ സ്ഥാപിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അങ്ങയുടെ അനുഗ്രഹമുണ്ടാകുമാറാകട്ടെ. ഇവയുടെ ശക്തിയാൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് രോഗവും ദുരദൃഷ്ടങ്ങളും അകന്നു പോകട്ടെ. സമാധാനത്തിന്റെ കതിരുകൾ ഞങ്ങളുടെ വീടുകളിൽ വീശുമാറാകട്ടെ. ഓശാന പാടിക്കൊണ്ട് ജെറുസലേം പട്ടണത്തിലേക്ക് അങ്ങയെ സ്വീകരിച്ച ഭക്തജനങ്ങളെ ആശീർവദിച്ചതുപോലെ അങ്ങയിൽ വിശ്വസിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. ഓശാന പാടി അങ്ങയെ സ്തുതിക്കുന്ന പാപികളായ ഞങ്ങൾ ഓരോരുത്തരും സ്വർഗമാകുന്ന ജെറുസലേമേത്ത് പ്രവേശിച്ച് ആനന്ദപൂർവ്വം അങ്ങയെ സ്തുതിക്കുവാനിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ കുരുത്തോലകൾ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
പൗരസ്യം പകരുന്നു. ഹോശാന ഹോശാന ദാവീദിൻ സുതൻ ഹോശാന ഹോശാന. പുതുമലരും തളിരയും നാദനു ജയഗാനം പാടുന്നു. നാദനു ജയഗാനം പാടുന്നു. ഹോശാന ഹോശാന ദാവീദിൻ സുതൻ ഹോശാന ഹോശാന. ജനങ്ങളെ കരഘോഷം മുഴക്കുവിൻ, കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവിൻ. കർത്താവ് അത്യുന്നതനും ആരാധനമാകുന്നു, അവിടുന്ന് പ്രപഞ്ചത്തിന്റെ രാജാവാകുന്നു. വിജയാരവത്തോടും കാളശബ്ദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്യുന്നു. ദൈവത്തെ പാടി പുകഴ്ത്തുവിൻ, രാജാവിന്റെ വിളികൾ മുഴക്കുവിൻ. അവിടുന്ന് പ്രപഞ്ചത്തിന്റെ രാജാവാകുന്നു, നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുവിൻ. തന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അവിടുന്ന് ഭരണം നടത്തുന്നു. രാജ്യമെല്ലാം ദൈവത്തിന്റേതാകുന്നു, അവിടുന്ന് അത്യുന്നതനാകുന്നു.
കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം മനോജ്ഞമാതി ഗീതികൾ പാടാൻ കഴിഞ്ഞ നാവിനു സൗഭാഗ്യം മഹേശ്വര സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവായ മിശിഹായി, അങ്ങനന്തമായ അനുഗ്രഹങ്ങളെ ഓർത്ത് കീർത്തനം പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ ഇന്ന് ദൈവനാമത്തിൽ വരുന്ന കർത്താവിനെ ഓശാന പാടി സ്തുതിക്കാം. ഓശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജൈവിളികളുടെ മധ്യത്തിൽ പ്രതാപശാലിയായി ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എബ്രായ ബാലന്മാരുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജനങ്ങൾ നിശബ്ദരായിരുന്നാൽ നിർജീവങ്ങളായ കല്ലുകൾ തന്നെ ആർത്തു വിളിക്കുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ അങ്ങയെ അംഗീകരിച്ച് പറയുന്നവരെ സ്വർഗപിതാവിന്റെ പക്കൽ താനും അംഗീകരിച്ചു പറയുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുവാൻ ലോകത്തിൽ അവതരിച്ച ഇസ്രായേലിന്റെ രാജാവായ കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ശാന്തശീലനും വിനീത ഹൃദയനുമായ കർത്താവേ, ഓശാന പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവായ മിശിഹായെ, അങ്ങയുടെ അനന്തമായ അനുഗ്രഹങ്ങൾ ഓർത്ത് കീർത്തനം പാടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആകാശപറുദീസായിലെ പരിശുദ്ധമാലാഖമാരോട് നിത്യാനന്ദം അനുഭവിക്കുവാനും സ്വർഗീയ ഗാനങ്ങൾ പാടി നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുമയ്ക്കുകയും ചെയ്യട്ടെ. കനിവോടെ സ്വീകരിക്കേ വൈദികൻ തൻ തിരുക്കൈകളിൽ ഏന്തുന്ന പാവന പാത്രം കനിവോടെ സ്വീകരിക്കേ സന്തോഷ സന്താപമാലിക
മാലിക കനിവോടെ സ്വീകരിക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധനവും അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും ആര്യോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉദ്ധിതരായിടുവാൻ. ഹൃദയഗതങ്ങൾ ചൊരിയുമെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ക്രിസ്തുവത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും
എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈകവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വകരാജ്യ നിത്യജനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ വിശ്വം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും മനോഭാവത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണീർ ചാട്ടി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധരെ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. Yeah.
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാപ്പൊലീത്താമാർക്കും മെത്രാന്മാർക്കും വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ സഹോദരി സഹോദരന്മാർ ഓരോരുത്തർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായി ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നതിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവനായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരെ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങയുടെ ദാസരുടെ മേലും ഈ ദിവ്യരഹസ്യങ്ങളുടെ മേലും വന്നു നിറഞ്ഞ്
ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുന്ന എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനക്കേറ്റം യോഗ്യനായവരേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ബലി. അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനീ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. വിനോദങ്ങളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടെ ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവ് ഞങ്ങൾ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങൾ കാരണം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരുടെ മധ്യ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അത്തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ ഹൃദയം കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിന്റെ രാജാവിനെ സ്നേഹപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവിതത്തിനും കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു.
അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ആചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവിടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ ധീരവോടു നമ്മിൽ വർഷിച്ചു. ലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. യായുസ്തവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയെ പങ്കാളികളാ മകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ മകിലരിലും ദൈവം പരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിന്റെ കപടമേ സ്തുതി. നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കൃപാണ് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ.
ഇനിയൊരു ബലി അർപ്പിക്കുവാൻ